കൊച്ചി മെട്രോയെക്കുറിച്ച് പറയുമ്പോൾ കൊച്ചി മെട്രോയുടെ ചില നേട്ടങ്ങൾ കൂടി നമുക്കൊന്ന് പങ്കുവെച്ച് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി മെട്രോ തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം കൊച്ചി മെട്രോ സാമ്പത്തികമായി വലിയ മുന്നേറ്റത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നതാണ് വിവരം. കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച പ്രകടനം ആണ് കൊച്ചി മെട്രോ കാഴ്ചവെച്ചത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൊച്ചി മെട്രോയിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മെട്രോ അധികൃതർ നൽകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വരുമാനത്തിലും പ്രവർത്തന ലാഭത്തിലും വലിയ തോതിൽ മാറ്റമുണ്ടാകുന്നു, വർധനവ് ഉണ്ടാകുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ അറ്റ നഷ്ടം അത് 2024-25 430.5 കോടി രൂപയിൽ നിന്ന് 352.49 കോടി രൂപയായി കുറഞ്ഞു എന്നതാണ്. നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ ആണ് ഈ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി നൽകുന്നത്. തുടക്കഘട്ടത്തിൽ സ്വാഭാവികമായും നഷ്ടത്തിൽ തന്നെയായിരിക്കും മെട്രോ ഓടുക എന്നത് വിലയിരുത്തുന്ന ഒന്നാണ്. ഇത് ഒരു പൊതുഗതാഗത സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടറിൻ്റെ കൂടി ഭാഗമാണ് എന്നതുകൊണ്ടാണ്. പക്ഷേ 2024 നിന്ന് 25-26 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തുമ്പോൾ അറ്റ നഷ്ടത്തിൽ വലിയ കുറവാണ് ഉണ്ടാകുന്നത് എന്നതാണ്. ഇക്കാലയളവിൽ തന്നെ 52.64 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും നേടിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇതാ മറ്റു കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ആകെ പ്രവർത്തന വരുമാനം, അതോടൊപ്പം തന്നെ പ്രവർത്തന ലാഭം എന്നിവ തുടർച്ചയായ 4ാം വർഷവും നമ്മൾ അതിൻ്റെ ഫുൾ സ്ക്രീനിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഈ ഡേറ്റ മനസ്സിലാകും. ആകെ പ്രവർത്തന വരുമാനം എന്നത് 224.65 കോടി രൂപ, പ്രവർത്തന ലാഭം എന്നത് 52.64 കോടി രൂപ. ഇതാകട്ടെ തുടർച്ചയായ 4ാം വർഷവും ഇത്തരത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നു എന്നതാണ്, അല്ലെങ്കിൽ നേട്ടത്തിലേക്ക്. അപ്പോൾ ഓരോ വർഷം പിന്നിടുമ്പോഴും മെട്രോ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി മറ്റു വിവരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ യാത്രക്കാരുടെ എണ്ണത്തിലടക്കം വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മെട്രോ അധികൃതർ വ്യക്തമാക്കുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നു. ആദ്യമായി 1 ലക്ഷത്തിന് മുകളിലേക്ക് പ്രതിദിന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് സൂചിപ്പിക്കേണ്ടത്. ഒപ്പം മെട്രോയുടെ വരുമാനത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു പോകുമ്പോൾ ടിക്കറ്റ് വരുമാനം, അതോടൊപ്പം തന്നെ ടിക്കറ്റ് ഇതര വരുമാനം, ഇത് രണ്ടും മെട്രോയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോഴിതാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടിക്കറ്റ് ഇതര വരുമാനം എന്നത് 76.33 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വാഭാവികമായും മെട്രോയ്ക്ക് അനുബന്ധ സംവിധാനങ്ങളുണ്ട്. മെട്രോ സ്റ്റേഷനുകളിലും മറ്റുമൊക്കെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ട്. ഫീഡർ ബസ്സുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് മെട്രോയിലേക്ക് കൂടുതൽ ആളുകളെയൊക്കെ എത്തിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇതര വരുമാനത്തിലും മാറ്റമുണ്ടാകുന്നു. ഇനി ഇതാ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് നേട്ടമാണ് ഇപ്പോൾ കൈവരിച്ചിട്ടുള്ളത്. ഒരു ദിവസം 1 ലക്ഷത്തിലധികം ആളുകൾ യാത്ര ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു മെട്രോയുടെ സേവനം എന്നതുകൂടിയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. ഇനി മെട്രോയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 2ാം ഘട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാക്കനാട് സ്മാർട്ട് സിറ്റി, ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിലേക്ക് ആണ് മെട്രോ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മെട്രോ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് IT സെക്ടറിലെ വലിയൊരു വിഭാഗം ആളുകൾ മെട്രോയുടെ സേവനം പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊന്ന്, മികച്ച സേവനങ്ങൾ ആണ് മെട്രോ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു സർവീസ് ആണ്. പലപ്പോഴും നമുക്കറിയാം, ഈ ഭിന്നശേഷിക്കാർക്ക് പൊതുഗതാഗത സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നതാണ്. മറ്റൊന്ന്, വയോജനങ്ങൾ, പ്രായമായവർക്ക് ഏറ്റവും സൗകര്യപ്രദമാകുന്ന തരത്തിൽ യാത്ര ഒരുക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫീഡർ ബസ് സർവീസുകൾ, അതോടൊപ്പം തന്നെ കൊച്ചിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ, അത് കൊച്ചിയിൽ ആണ് എന്നതാണ്. അങ്ങനെയുള്ള സാധ്യതകളെ എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൊച്ചി മെട്രോ അതിൻ്റെ യാത്ര തുടരുന്നത്. അതുതന്നെയാണ് കൊച്ചി മെട്രോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാധ്യതകൾ തുറക്കുകയും അത് വലിയ തോതിൽ സംസ്ഥാനത്തിന് വലിയ വികസന കുതിപ്പിൻ്റെ യാത്ര തുടരാൻ ഇട നൽകും എന്ന സൂചനകളിലേക്ക് എത്തുകയും ചെയ്യുന്നത്.